രണ്ടായി കീറി മുറിക്കപ്പെട്ട മണിപ്പൂരിൽ മോദി വന്നതെന്തിന്? अहोमार विकास जात्रार यही ऐतिहासिक दिन तो दरभंगा सिर लौकते हमाग्र ओहोम बासिक में आंतरिक उलोगारू अभिनंदन जोनाइशु. മണിപ്പൂരിലും ശിലാഫലകത്തിൽ സ്വന്തം പേര് കുത്തിവെക്കാൻ അങ്ങനെ ഒരു രാജ്യത്തെ ജനങ്ങളുടെ കണ്ണിൽ മനസ്സിൽ പൊടിയിടാനെത്തിയ മോദിയെ വരവേറ്റത് ആക്രോശങ്ങളും ആട്ടും തുപ്പും മോദി ഗോ ബാക്ക് എന്ന വിളികളുമായിരുന്നു. രാജ്യത്തിനകത്തും പുറത്തും ഒട്ടേറെ യാത്രകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കാൻ 2.5 വർഷം താമസിച്ചു? വംശീയ കലാപം കെട്ടടങ്ങാത്ത മണിപ്പൂർ പുകയുകയാണ്. ശക്തമായ ഒരു ഭരണകൂടമാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് മോദിയും സംഘവും ആവർത്തിച്ച് പറയുമ്പോഴും മണിപ്പൂർ എന്ന സംസ്ഥാനം കത്തുകയാണ്. ഒരു ആഭ്യന്തര കലാപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം രാജ്യത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും എങ്ങനെ നടപ്പിലാക്കുമെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇക്കാര്യത്തിലുള്ള ചോദ്യങ്ങളെ മോദി മൗനം പോവുകയാണ് ഉണ്ടായത്. മോദി ഇത്രയും കാലം എല്ലാ വിഷയത്തിലും എന്ന പോലെ മണിപ്പൂർ വിഷയത്തിലും കടുത്ത മൗനത്തിൽ ആയിരിക്കുന്ന അവസ്ഥയുമായിരുന്നു. 2 വർഷവും 4 മാസവും പിന്നിടുകയാണ് മണിപ്പൂർ കലാപം. മെയ്ത്തികളെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവാണ് കലാപത്തിൻ്റെ തുടക്കം എന്ന് പറയപ്പെടുന്നു. ഇതിനെതിരെ 2023 മെയ് 3 ചുരാചന്ദ്പൂരിൽ നടന്ന ട്രൈബൽ സോളിഡാരിറ്റി മാർച്ചോടെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഡബിൾ എഞ്ചിൻ സർക്കാർ നിയന്ത്രണത്തിൽ നിൽക്കെ, അതായത് മണിപ്പൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP, കേന്ദ്രം ഭരിക്കുന്നത് BJP എന്ന അർത്ഥത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന സൂചന നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയ വശം നോക്കിയാൽ അത് BJPയിൽ മാത്രം എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. മണിപ്പൂർ കലാപം കൈകാര്യം ചെയ്യുന്നതിൽ പക്ഷപാത നിലപാടാണ് മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബീരേൻ സിംഗും കേന്ദ്രത്തിലെ മോദി സർക്കാരും സ്വീകരിച്ചത്. തെക്ക് കിഴക്കൻ സംസ്ഥാനത്തിനുള്ളിലും ദേശീയ തലത്തിലും കലാപത്തിൻ്റെ ഭാഗമായി നടന്ന വംശീയ ഹത്യക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായിട്ടും ഒരു അനങ്ങാപ്പാറ നയമാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും BJP സർക്കാർ സ്വീകരിച്ചു. പിന്നീട് ഈ ബീരൻ സിംഗ് തൻ്റെ ഭരണപരാജയം തിരിച്ചറിഞ്ഞ് രാജി സമർപ്പിച്ച് വിട്ടൊഴിഞ്ഞു പോയി. എന്നാൽ പുകയുന്ന മണിപ്പൂരിൽ മെയ്ത്തികളെയും കുക്കികളെയും തണുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരികയായിരുന്നു കേന്ദ്രം. ഇപ്പോൾ 8-9 മാസമായി രാഷ്ട്രപതി ഭരണം അവിടെ തുടരുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആ സംസ്ഥാനം സന്ദർശിക്കാൻ കവടി നിരത്തി മുഹൂർത്തം നോക്കണം എന്ന അവസ്ഥയിലെത്തി. രക്തം തളം കെട്ടി മാംസം ചിതറിത്തെറിച്ച് നേരിൽ കണ്ടാൽ ആക്രോശിച്ച് പാഞ്ഞെടുക്കുന്ന മനുഷ്യരെ നിയന്ത്രിക്കാൻ കഴിയാത്ത പരാജയപ്പെട്ട ഒരു ഭരണകൂടമാണോ മോദി ഭരണകൂടം? അതോ കൂടുതൽ കബന്ധങ്ങൾ പിടഞ്ഞു വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നോ പ്രധാനമന്ത്രി? മോദിയുടെ കപട നാടകങ്ങൾ പലയാവർത്തി കണ്ടതാണ് നമ്മൾ. ഇക്കാര്യത്തിലും ഇപ്പോൾ അത് ആവർത്തിക്കപ്പെടുകയാണ്. ഏറ്റവും പുതിയ ഒരു നീക്കം മോദി മണിപ്പൂരിൽ നടത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി കൊട്ടിഘോഷിച്ച് മണിപ്പൂരിൽ ഒരു സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസം. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനം രാഷ്ട്രീയപരമായി ഒരു നാടകമെന്ന് തന്നെ വേണം കരുതാൻ. മോദിയുടെ പ്രഭാവം ആകെ തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ചർച്ചകളിൽ 2.5 വർഷമാകുന്ന മണിപ്പൂർ കലാപവും ഉയർന്നു വരും എന്നതുകൊണ്ടാണ് മോദി ഇപ്പോൾ മൗനം വെടിയാൻ തയ്യാറായത് എന്ന് വേണം കരുതാൻ. അവിടെ നടക്കുന്ന മെയ്ത്തി കുക്കി ഏറ്റുമുട്ടലുകളുടെ കാരണങ്ങളല്ല ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നും, അതും കേന്ദ്രം നേരിട്ട് ഭരണം നടത്തുന്ന മണിപ്പൂരിൽ ഈ സാഹചര്യത്തിൽ പോലും മോദി ഭരണകൂടം പരാജയമാണ് എന്നുമുള്ള കാര്യമാണ് തെളിഞ്ഞു വരുന്നത്. 28 ലക്ഷം
മാത്രം ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ 60,000-ത്തിലധികം പേർ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആണുള്ളത്. ഇങ്ങനെ തികച്ചും അരക്ഷിതാവസ്ഥയിലുള്ള ഒരു ജനക്കൂട്ടത്തിനിടയിലേക്കാണ് മോദിയുടെ സന്ദർശനം ആഘോഷിക്കാൻ, ഈ രാജസന്ദർശനം കളർഫുള്ളാക്കാൻ, ആഘോഷങ്ങൾക്കായി വിവിധ കലാപരിപാടികൾ നടത്താൻ ക്ഷണിച്ചുകൊണ്ടായിരുന്നു അവർക്കിടയിലേക്ക് സർക്കാർ പ്രതിനിധികൾ ചെന്നത്. സ്വന്തക്കാരും ബന്ധുക്കാരും അയൽവക്കവും ഒക്കെ സ്വന്തം കൺമുന്നിൽ വെട്ടിക്കേറിയും കത്തിക്കരിഞ്ഞും പിടഞ്ഞു മരിച്ചു വീണതിൻ്റെ ഞെട്ടലിൽ നിന്നും മുക്തി നേടാത്ത ഒരു ജനത, രാത്രിയും പകലും കണ്ണടയ്ക്കാൻ ഭയപ്പെടുന്ന ഒരു ജനസമൂഹത്തിനോടാണ് നീറോ ചക്രവർത്തിയുടെ മനസ്സോടെ വീണമീട്ടാൻ പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടത്. സത്യത്തിൽ മണിപ്പൂരിൽ ഈ കലാപം ആഗ്രഹിച്ചത് ആരാണ്? RSS ആണ്. BJP ഭരണത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും RSS നിയന്ത്രണത്തിൽ അവരുടെ ഇച്ഛക്കനുസരിച്ച് രാജ്യത്ത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ വന്ന അവർക്ക് ഇക്കാര്യത്തിൽ ഇടപെടാം എന്നിരിക്കെ അവർ നിശബ്ദരാണ്. അതിനർത്ഥം ഇവിടെ ഈ കലാപം അവസാനിക്കരുത്. അവർക്ക് നിർബന്ധമുണ്ട് ഈ കലാപം തുടർന്ന് മുന്നോട്ട് പോകണം എന്നത്. മെയ്തി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള നേതാക്കളെല്ലാം RSS ട്രെയിനഡ് ആയിട്ടുള്ളവരാണ്. ഈ RSS രാജ്യത്തൊരു സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്ത് തന്നെ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങിയാൽ മോദി പിന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുമോ? പ്രധാനമന്ത്രി, നിങ്ങൾ മിണ്ടരുത്, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് മോഹൻ ഭഗത് പറഞ്ഞാൽ മിണ്ടുമോ മോദി? ഇല്ല എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ സർവ്വസന്നാഹങ്ങളും RSSന് വിട്ടു നൽകുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു കലാപം അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരിന് എന്ത് മടി? മോദിയുടെ നാടകം മണിപ്പൂർ ജനത തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസം അതാണല്ലോ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി വ്യാപകമായി മണിപ്പൂരിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ചുരാചന്ദ്പൂരിൽ മോദിയെ വരവേൽക്കാൻ സ്വാഗതം ചെയ്ത് കെട്ടുപൊക്കിയ കൊടിത്തോരണങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം നശിപ്പിക്കപ്പെട്ടു. പോലീസ് ഇടപെട്ടതോടെ പ്രതിഷേധങ്ങളുടെ സ്വഭാവം മാറി കലാപത്തിൻ്റെ രൗദ്രഭാവമായി. പോലീസ്, CRPF, BSF, അസം റൈഫിൾസ് തുടങ്ങിയ സേനാ സംഘങ്ങളെ കലാപ പ്രദേശങ്ങളിൽ വൻതോതിൽ വിന്യസിപ്പിച്ചിരുന്നു മോദിയുടെ സംരക്ഷണത്തിനായി. എന്നാൽ ഇവിടെ BJP പാർട്ടിക്കകത്തും കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ഉഖ്രു ജില്ലയിലെ ഫുൻകൂറിൽ 43 നേതാക്കൾ മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി BJPയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയത്. സംഘടനയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് ഇവർ രാജിവെച്ചത്. ഇതിനിടയിലാണ് മോദിയുടെ പരിഹാസ്യപരമായ മണിപ്പൂർ സന്ദർശനവും. ആകെ തകർന്ന മണിപ്പൂർ ജനതയ്ക്ക് വാഗ്ദാനങ്ങളുടെ എച്ചിലെറിഞ്ഞിട്ട് കൊടുത്ത് നാടക ഡയലോഗ് കൊണ്ട് കസർത്ത് തീർത്ത് സംസ്ഥാനം വിട്ടതിന് പിന്നാലെയും അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. കലാപത്തിന് തുടക്കമിട്ട RSSനും ഇപ്പോൾ കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇംഫാൽ താഴ്വരയിലെ ആക്രോശങ്ങളും നിലവിളികളും രോധനങ്ങളും സംസ്ഥാനമൊട്ടാകെ പ്രതിധ്വനിക്കുന്നത് പക്ഷെ മോദി അറിഞ്ഞിട്ടേയില്ല. അദ്ദേഹം വാതോരാതെ കണ്ഠക്ഷോഭം നടത്തി വാഗ്ദാനങ്ങൾ കൊണ്ട് പുകമറ തീർത്ത് നാടകം തിമിർത്താടി മണിപ്പൂർ വേദി വിടുമ്പോൾ ഒരു നല്ല നടനെ കൂടി രാജ്യം കാണുകയായിരുന്നു. മോദി ഗോ ബാക്ക് എന്ന് അലറി വിളിക്കുന്ന സ്ത്രീകളുടെ മുന്നിൽ നിന്നും തലയുയർത്താൻ കെൽപ്പില്ലാതെ തല കുമ്പിട്ട് നടക്കുമ്പോൾ ചുരചന്ദ്പൂരിലും ഇൻഫാൽ താഴ്വരയിലും മോദി ഗോ ബാക്ക് എന്ന് പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരു സംഘടനയ്ക്ക് തൻ്റെ നട്ടലിൽ പണയം വെച്ച ഒരു ഭരണാധികാരിയെ ഇന്ത്യൻ ജനത ഇനി എന്ത് പേരിട്ട് വിളിക്കും? കാണാം നമുക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.